ഹായ് ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബദ്റൂസ് കിച്ചൺ. ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ എണീറ്റു, അടുക്കളയിലൊക്കെ ഒന്ന് വന്നു, മക്കൾക്ക് ചായ ഇട്ടു, അയാൻകുട്ടിക്ക് കുറച്ച് പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ബീട്രൂട്ട് ജ്യൂസാണ് കേട്ടോ കുടിക്കുന്നത്. അപ്പോൾ ആഴ്ചയിലൊരു 3 ദിവസം 4 ദിവസമൊക്കെ ഇതേപോലെ ബീട്രൂട്ട് ജ്യൂസൊക്കെ കുടിക്കാറുണ്ട്. അപ്പോൾ ഈ വെരിക്കോസ് വെയിനുള്ളവർക്കൊക്കെ ഇതുപോലെ കഴിക്കുന്നത് നല്ലതാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കാലിൽ ചെറുതായിട്ട് വെരിക്കോസ് വെയിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ഒരു ചെറിയൊരു ബീട്രൂട്ട് എടുത്ത് അതിലൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പഞ്ചസാര ഇല്ലാതെ ഇങ്ങനെ ജ്യൂസ് അടിച്ച് കുടിക്കും കേട്ടോ. ചായ കൂടിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ച് വരികയാണ് കേട്ടോ. അങ്ങനെ ഞാൻ എന്താ പുറത്ത് വന്നതാണ്. തലേ ദിവസം രാത്രി നല്ല മഴയായിരുന്നു. അപ്പോൾ ഇതുപോലെ പുറത്ത് സിറ്റ് ഔട്ടിൽ വന്നിരുന്നിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ അടുത്തുള്ളവരൊക്കെ ഇങ്ങനെ ഓരോരുത്തരൊക്കെ എണീറ്റിട്ടുണ്ട്, ചിലവർ എണീറ്റിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇക്ക വെട്ടാനൊക്കെ പോയി. കുറച്ച് നേരം വെളുത്തതിന് ശേഷമാണ് ഇക്ക വെട്ടാനൊക്കെ പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇക്ക പോയതിന് ശേഷമാണ് ഞാൻ പിന്നെ ചായയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുടിക്കാനിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തൊട്ടടുത്തുള്ള താത്ത, അപ്പുറത്തെ ക്വാർട്ടേഴ്സിലെ താത്ത എന്താ കുടിക്കുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചു കേട്ടോ. അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ കടയിൽ പോയിട്ട് 2 പാക്കറ്റ് സേമിയാണ് വാങ്ങിക്കൊണ്ട് വന്നത്. കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നു കേട്ടോ, എന്താന്ന് ചായക്ക് കടി ഉണ്ടാക്കാമെന്ന്. പിന്നെയാണ് സേമിയ ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് കരുതി. ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റില്ലേ. അപ്പോൾ അതിന് വേണ്ടി സബോളയും പച്ചമുളകൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസ് ഒന്നും ഇല്ല കേട്ടോ. ബീൻസും ക്യാരറ്റൊക്കെ ഇട്ടാൽ നന്നായിരിക്കും. അപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ വെറും സബോളയും പച്ചമുളകും മാത്രം ഇട്ടിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇഞ്ചിയൊക്കെ ഒരു ചെറിയ കഷ്ണം ഇട്ടാൽ നന്നായിരിക്കും. അപ്പോൾ ഇഞ്ചി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ തുടങ്ങും ഓരോന്ന് പറയാൻ കേട്ടോ. അവരിങ്ങനെ ഇഞ്ചി കടിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് അവർക്ക് അധികം ഇഷ്ടമല്ല. അങ്ങനെ അത് ഞാൻ ആദ്യം 1 പാക്കറ്റ് സേമിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 ഉണ്ടാക്കണില്ല. അപ്പോൾ ഇക്കാക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം കുട്ടികൾക്കുള്ളതാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത്. പിന്നെ ഇക്കാക്ക് എന്ന് പറഞ്ഞാൽ സേമിയ ഉപ്മാവിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. ആൾക്ക് ഇഷ്ടം പുട്ടാണ് കേട്ടോ. ഗോതമ്പിൻ്റെ പുട്ട് ഏത് സമയത്ത് കൊടുത്താലും നല്ല ഇഷ്ടമാണ്. അത് എനിക്കാണെങ്കിൽ ആ പുട്ട് തീരെ ഇഷ്ടമല്ല കേട്ടോ. നമുക്ക് അരിപ്പുട്ടൊക്കെയാണ് നമ്മൾക്കിഷ്ടം. അപ്പോൾ ഇത് പിന്നെ ഒരു എളുപ്പപ്പണിയാണ്. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ചായക്ക് പലഹാരം ഒന്നും ഉണ്ടാക്കിയില്ല എന്നൊക്കെ തോന്നുമ്പോൾ ഇതുപോലെ ഒരു പാക്കറ്റ് സേമിയ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റില്ലേ. അങ്ങനെ ഇതാ കുട്ടികൾക്ക് 3 പേർക്ക് അത് വിളമ്പി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനും കുറച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ അവർക്ക് ഇതാ സ്കൂളിലേക്ക് പോകാൻ ടൈമായി. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അയ്യാൻകുട്ടി എന്നെ വീഡിയോ എടുക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞിരുന്നു അവിടെ കിടന്ന് ഇങ്ങനെ ഓരോന്ന് പറയാനേട്ടാ. പിന്നെ ഇതാ അവനെയും കുറച്ച് നേരമൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തതാണ്. പിന്നെ ഇതാ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാനുള്ള സമയമൊക്കെ ആയി. അങ്ങനെ അവരിതാ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവർ ലൈൻ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ അതാകുമ്പോൾ ഒരു 8:30 8:45 ഇവിടെ നിന്ന് മെല്ലെ നടന്നാൽ മതി കേട്ടോ. അപ്പോൾ സ്കൂൾ ബസ് എന്ന് പറയുമ്പോൾ 8:10 ആകുമ്പോഴേക്കൊക്കെ വരും കേട്ടോ. അങ്ങനെ അവർ സ്കൂളിലൊക്കെ പോയി കുറച്ച് നേരം ഞാൻ ആ സിറ്റ് ഔട്ടിലൊക്കെ ഒന്ന് ഇരുന്ന് പിന്നെ വീണ്ടും അടുക്കളയിലേക്കൊന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കഴുകണം. പിന്നെ കുറച്ച് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കാച്ചി എടുത്ത് അതും വെക്കണം കേട്ടോ. അപ്പോൾ ഇനി ആദ്യം രാവിലത്തെ ഒരു പട കഴിഞ്ഞ് അതിൻ്റെ പാത്രങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിടാനാണ്. അതിനുശേഷം തുണി കഴുകാനൊക്കെ പോകണം. ഇന്നാണെങ്കിൽ ഇവിടെ കറണ്ട് പോയിട്ട് ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ കറണ്ടൊക്കെ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പണിയൊക്കെ കുറേ വൈകിയിരുന്നു. പിന്നെ തുണിയൊക്കെ കഴുകിയിട്ട് മെഷീനിലിട്ട് ഉണക്കാമെന്ന് വിചാരിച്ചാൽ അതൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ തുണി കഴുകിയിട്ടൊക്കെ അവിടെ തന്നെയൊക്കെ വെച്ചു. അതൊക്കെ അങ്ങനെ അയലെന്നെ അവിടെ തോരാനിട്ട് പിന്നെ പുറകിൽ ഷീറ്റൊക്കെ ഇട്ടതുകൊണ്ട് അങ്ങനെ നനയൊന്നുമില്ല. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെയാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. അങ്ങനെ ഞാനും അയ്യാൻകുട്ടിയും കൂടെ പുറകെ വശത്തൊക്കെ ഇറങ്ങി തുണികളൊക്കെ പെട്ടെന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ എൻ്റെ അയ്യാൻകുട്ടിയാണ് കേട്ടോ എടുക്കുന്നത്. അതിൽ കുറച്ച് പാകപ്പിഴകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് അകത്ത് കയറി കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് ചിക്കൻ കറി വെക്കാനാണ്. കുറച്ച് ചിക്കൻ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. 2 ദിവസം മുമ്പ് ചിക്കനൊക്കെ എടുത്തിരുന്നു. അപ്പോൾ കുറച്ച് ബാക്കി വെച്ചത് ചിക്കൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രം കറി വെച്ചാൽ തികയില്ല. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കുമ്പളങ്ങയും ഉരുളക്കിഴങ്ങും അതൊക്കെ കൂടി ഇട്ടിട്ട് വെക്കാനാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ വറുത്തരച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ കുട്ടികൾക്കും ഇക്കാക്കൊക്കെ നല്ല ഇഷ്ടമാണ്. പച്ചത്തേങ്ങ അരച്ച് വെച്ചാൽ അധികം ഇഷ്ടമല്ല, അങ്ങനെ വറുത്തരച്ച് വെച്ചാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. ആദ്യം ചിക്കൻ്റെ കൂടെ ഒരു കിഴങ്ങൊക്കെ ഇട്ടു കേട്ടോ. എന്നിട്ട് അതൊരു പകുതി 3/4 വേവ് ആകുമ്പോഴാണ് പിന്നെ കുമ്പളങ്ങയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചിക്കൻ കറിൻ്റെ റെസിപ്പി ഞാൻ എടുത്ത് പറയണമൊന്നുമില്ല കേട്ടോ. അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയണതാണല്ലോ അല്ലേ. അപ്പോൾ ഈ തേങ്ങച്ചിരവ നമുക്കൊരു പണി തന്നിട്ടുണ്ട് കേട്ടോ. നല്ല മൂർച്ചയുള്ള ചിരവയാണ്. നമ്മുടെ ചെറുവിരൽ ആകെ ഒന്ന് മുറിഞ്ഞു പോയിട്ടാ. പിന്നെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഒരു തുണിയൊക്കെ എടുത്ത് കെട്ടിപ്പൊത്തി റബ്ബർ ബാൻഡൊക്കെ ഇട്ട് മുറുക്കി അങ്ങോട്ട് വെച്ചതാണ് കേട്ടോ. വേറെ ഒന്നും കിട്ടിയില്ല കേട്ടോ എടുത്ത് കയ്യിൽ കെട്ടാനൊന്നും.
പിന്നെ ഇതാ തേങ്ങയൊക്കെ ഞാൻ എന്താ വറുത്തെടുക്കുകയാണ്. അപ്പോൾ ചിക്കന് വേഗം അപ്പുറത്തെ ചെറിയ അടുപ്പിൽ വെച്ചു കേട്ടോ. എന്നിട്ട് അപ്പുറത്ത് ഞാൻ തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പേടിയുണ്ട് കേട്ടോ, ഇനി വീണ്ടും കറണ്ട് പോയാലോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട്. അങ്ങനെ ചിക്കനും കിഴങ്ങൊക്കെ ഒരു പകുതി മുക്കാൽ വേവ് ആയതും കുമ്പളങ്ങ മുറിച്ച് കൊടുത്തത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ചിക്കൻ കറിയിൽ കുമ്പളങ്ങയൊക്കെ എടുത്ത് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഇതാ വറുത്തരച്ച തേങ്ങയൊക്കെ അതിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കടയിൽ പോയപ്പോൾ നല്ല അടിപൊളി കിഴങ്ങുണ്ടായിരുന്നു, പൂളക്കിഴങ്ങ്. അതും ഒരെണ്ണം വാങ്ങിക്കൊണ്ട് വന്നിരുന്നു. അതും ചെറുതാക്കി മുറിച്ചിട്ട് അതൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ഇക്ക വന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ബസ്സൊന്നും ഓട്ടോയില്ല, ബസ് സർവീസിന് നിർത്തിയിരിക്കണം. അപ്പോൾ ഇക്ക എന്നെ വിളിക്കാൻ വന്നതാണ്. അങ്ങനെ ഞങ്ങൾ റബ്ബറിലെത്തിയിട്ടാ. അവിടെ പോയി ഉച്ചക്കലയ്ക്ക് വൈകുന്നേരത്തേക്കുള്ള ചോറിനുള്ള അരിയൊക്കെ അടുപ്പത്തിട്ടു. അതങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി പാലെടുക്കലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ചോറൊക്കെ ആവും കേട്ടോ. അപ്പോൾ എൻ്റെ പേര് ബദറുന്നീസ എന്നാണ്. അപ്പോൾ എൻ്റെ ഇക്കാക്ക് ജോലി റബ്ബർ ടാപ്പിംഗ് ആണ്. എനിക്ക് 3 മക്കളാണ്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞാൽ ഇക്കാടെ കൂടെ തോട്ടത്തിൽ പാലെടുക്കാൻ ഹെൽപ്പ് ചെയ്യാനൊക്കെ പോകും. അപ്പോൾ ഇങ്ങനെ ചിലർക്കൊക്കെ ഡൗട്ടുണ്ട് പേരെന്താണ്, എന്താ വർക്ക് എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ സ്വന്തം തോട്ടമല്ല, അത് ഞങ്ങളുടെ മുതലാളിയുടെ തോട്ടമാണ്. ഞങ്ങളിവിടെ കൂലിക്കാണ് പണിയെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് അവിടെ അതൊക്കെ കഴിഞ്ഞിതാണ് ഞാൻ പാലെടുക്കാൻ വേണ്ടി തോട്ടത്തിലൊക്കെ എത്തി. അപ്പോൾ ഇക്കയും അയാൻകുട്ടി നേരത്തെ ബൈക്കിൽ വന്നോട്ടെ. അപ്പോൾ ഞാനിതാ പുറകിൽ ബക്കറ്റൊക്കെ ആയിട്ട് ഒരു കുപ്പി വെള്ളമൊക്കെ ആയിട്ട് ഞാനും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതിൽ ഒരുപാട് വർഷം പണിയെടുത്ത തോട്ടമാണ്. അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ കാണുകയാണെങ്കിൽ അവർക്ക് അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എന്താ വ്യക്തമായിട്ട് പറഞ്ഞത് തന്നെ. അപ്പോൾ ബദറുന്നീസ എന്നുള്ളതിൻ്റെ അതാണ് ബദറൂസ് കിച്ചൺ ആക്കിയിട്ടുള്ളത് കേട്ടോ. യൂട്യൂബ് ചാനലിൻ്റെ പേര് ബദറൂസ് കിച്ചൺ, അതാണ് ആക്കിയത്. അപ്പോൾ അയാൻകുട്ടി എന്നെ കണ്ടിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഓടി വരികയാണ്. അങ്ങനെ ഇതാ ഞങ്ങളിതാ പാലൊക്കെ എടുക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ബൈക്കൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇത് ഒട്ടുപാലാണ് കേട്ടോ സംഭവം. അപ്പോൾ ചിലർക്കൊന്നും അറിയില്ലായിരിക്കും, ഒട്ടുപാലെന്ന് പറഞ്ഞാൽ ഈ പാലിൻ്റെ വേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ 2 കന്നാസൊക്കെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഈ അറ്റം മുഴുവൻ ഇങ്ങനെ ഒരു ഭാഗത്തു നിന്ന് പാലെടുക്കലൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനും ഒക്കെയും കൂടി ഇട്ടാണ് കേട്ടോ പാലെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ 2 പേരും കൂടി പാലെടുക്കുമ്പോൾ പാലെടുക്കൽ പണിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടും കേട്ടോ. ഞാൻ പിന്നെ ഫോണും കൊണ്ട് കുറച്ച് നേരമൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ പിന്നെ പാലെടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇക്കാക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്, പണിയുന്ന സമയത്ത് നീ ഒരു ഫോൺ കൊണ്ട് ഓരോ കളി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഫോൺ നിർത്തി പിടിച്ചിട്ടും ചരിച്ച് പിടിച്ചിട്ടും എന്ന് പറഞ്ഞ പോലെ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പാലെടുക്കാനൊക്കെ തുടങ്ങിയത്. പിന്നെ പാലെടുക്കൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് 1.25 കന്നാസ് പാലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇക്കതാ പാലായിട്ട് ബൈക്കിൽ പോവുകയാണ്. അപ്പോൾ അയാൻകുട്ടി നിന്ന് കരയാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും ബൈക്കിൽ പോകണം എന്ന് പറഞ്ഞ് കരച്ചിലാണ്. അപ്പോൾ ഈ തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ കന്നാസും പാലുമായിട്ട് പോകുമ്പോൾ കുട്ടിനെ കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോൾ പറ്റും, പോകുമ്പോൾ ലോഡായിട്ട് പോകുമ്പോൾ അതൊന്നും പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഇതുപോലെയൊക്കെ പോയാൽ അതിൻ്റെ പുറകെ ഞാനും മോനും കൂടി പോകും കേട്ടോ. അപ്പോൾ ഇന്നത്തെ തോട്ടത്തിലെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിത് കൊണ്ടുപോയിട്ട് അവിടെ റബ്ബർ ഷീറ്റ് ഉറയൊഴിക്കണം കേട്ടോ. പാലൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.